ജൂലിക്കുട്ടി ഭക്ഷണം എല്ലാം കഴിഞ്ഞിങ്ങനെ വിശ്രമിക്കുകയാണ് കേട്ടോ. പാത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കണത്. ഇനിയും വല്ലതുണ്ടെങ്കിൽ ഇവിടെ തന്നോളൂ, ഞാൻ കഴിച്ചോളാമെന്നും പറഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാം കുറേ ആക്രിസാരങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ എന്നെ കണ്ടതുകൊണ്ട് കണ്ണ് തുറന്നതാണ്. എപ്പോഴും അവൾ തണുപ്പുള്ള സ്ഥലം നോക്കി ഇങ്ങനെ കിടക്കും കേട്ടോ. തെങ്ങിൻ്റെ ചോട്ടിലും അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി കിടക്കും. ഇപ്പം അധികം ഇവിടുന്ന് അങ്ങനെ പോവാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ പള്ളിയിൽ നിന്ന് വരുന്ന പൂച്ചക്കുട്ടനുള്ളത് കൊണ്ടാണ് എവിടേക്കും അങ്ങനെ അധികം പോവാത്തത്. അപ്പോൾ അവനെ നോക്കിക്കൊണ്ട്, ജൂലിക്കുട്ടിയെ നോക്കിക്കൊണ്ട് നമ്മുടെ ചിണ്ടൻകുഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ എന്താണ് ജൂലിക്കുട്ടിയോട് സംസാരിക്കുന്നത്? എന്നോട് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് അവൻ പറയണത്. ഇന്ന് പള്ളിയിലെ പൂച്ച വന്ന് കളിയെല്ലാം കഴിഞ്ഞ് പോയി കേട്ടോ. അതെപ്പോഴും ഇവിടെ നിൽക്കില്ല, അത് അവിടെ തന്നെ പോയി കിടക്കുള്ളൂ എപ്പോഴും. ഇവിടെ അങ്ങനെ അധികം കുറേ നേരം ജൂലിയുടെ ഒപ്പം നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവൻ പള്ളിയിലേക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചിണ്ടൻകുഞ്ഞിനും മോങ്ങനും ജൂലിയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. വാലൊക്കെ വീർപ്പിച്ച് ഏതോ ഒരു ശത്രുവിനെ കാണുന്ന പോലെ നോക്കും. പക്ഷെ ജൂലിക്കാണെങ്കിൽ എല്ലാ പൂച്ചകളെയും ഇഷ്ടമാണ് കേട്ടോ. അത് ഇവനറിയില്ലല്ലോ.